വെബ് ടെക്നോളജിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാകും, അതേപോലെ കാർഡായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാദ്യം ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ എപ്പിസോഡിലേക്ക് വരിക. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്ന കാര്യം വെബ് ഡിസൈനിങ്ങിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെബ്സൈറ്റ് എന്ന് പറയുന്നത് എ വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ്. വെബ് പേജസുകളുടെ ഒരു കളക്ഷനെ വിളിക്കുന്ന പേരാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. സോ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി വെബ് പേജസ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. വെബ് പേജസിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. വെബ് പേജസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള പേജുകളാണുള്ളത്. ഒന്ന് സ്റ്റാറ്റിക് പേജുകൾ, രണ്ടാമത്തത് ഡൈനാമിക് പേജുകൾ. So web pages are classified into two types. They are static pages and dynamic pages. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫിക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റും ലേഔട്ടും, ഒരു പേജിനകത്തുള്ള പേജിൻ്റെ കണ്ടന്റും അതിൻ്റെ ലേഔട്ടും അതായത് അതിൻ്റെ ഡിസൈനും എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും, അതായത് ഫിക്സ്ഡ് ആയിരിക്കും. അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ മാനുവലി അതിൻ്റെ കോഡ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ കണ്ടന്റ് മാറുന്നുള്ളൂ. അത്തരത്തിലുള്ള വെബ് പേജുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് വെബ് പേജസ് എന്ന് പറയുന്നത്. എന്നാൽ ഡൈനാമിക് വെബ് പേജസ് ആണെങ്കിൽ അതിൻ്റെ കണ്ടന്റും ലേഔട്ടും എല്ലാം ടൈം ടു ടൈം മാറിക്കൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള വെബ് പേജുകളെ വിളിക്കുന്ന പേരാണ് ഡൈനാമിക് വെബ് പേജസ് എന്ന് പറയുന്നത്. സോ ഇൻ സ്റ്റാറ്റിക് വെബ് പേജസ് ദി കണ്ടന്റ് ആൻഡ് ലേഔട്ട്സ് ആർ ഫിക്സ്ഡ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡൈനാമിക് വെബ് പേജസ് ദി കണ്ടന്റ് ആൻഡ് ലേഔട്ട്സ് ആർ ചേഞ്ചിങ്. സ്റ്റാറ്റിക് പേജുകൾക്ക് എക്സാമ്പിളായിട്ട്, സ്റ്റാറ്റിക് പേജുകളുടെ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ഇപ്പം സപ്പോസ് നമ്മുടെ സ്കൂളിന് ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹോം പേജ് എപ്പോഴും ഒരേപോലെ തന്നെ ആയിരിക്കും. അതിന് വല്ലപ്പോഴും ആയിരിക്കും ഒരു പേജ് അപ്ഡേഷനൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ സ്കൂളിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ വെബ്സൈറ്റ്, നമ്മളെക്കുറിച്ച് തന്നെ ഉള്ള വെബ്സൈറ്റുകളതെല്ലാം സ്റ്റാറ്റിക് പേജുകൾക്ക് എക്സാമ്പിളാണ്. പക്ഷേ ഒരു ന്യൂസ് വെബ്സൈറ്റ് ആകുമ്പോൾ സപ്പോസ് മാതൃഭൂമി.com, അതിൻ്റെ കണ്ടന്റ് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. പുതിയ ന്യൂസ് വരുമ്പോഴത്തേക്ക് ആ ന്യൂസ് ആയിരിക്കും അതിൻ്റെ പേജുകളിൽ വരുന്നത്. പഴയ കാര്യങ്ങളെല്ലാം മാറിയിട്ട് പുതിയ കാര്യങ്ങൾ അതിലോട്ട് ആഡ് ചെയ്യും. അപ്പോൾ ഇത്തരം പേജുകൾ ഏതിന് എക്സാമ്പിളാണ്? ഡൈനാമിക് വെബ് പേജുകൾക്ക് എക്സാമ്പിളാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാനായിട്ടുള്ളത് സ്റ്റാറ്റിക് പേജുകളുടെയും ഡൈനാമിക് പേജുകളുടെയും കമ്പാരിസൺ ആണ്. ഇത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്നായിരിക്കും. 2 മാർക്ക് മുതൽ 3 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യനിൽ നമുക്കിത് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഡിഫറൻസ് നമുക്ക് നോക്കാം. സ്റ്റാറ്റിക് പേജുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ കണ്ടന്റും ലേഔട്ടും എല്ലാം ഫിക്സ്ഡ് ആയിരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡൈനാമിക് പേജുകളുടേത്. അതിൻ്റെ കണ്ടന്റ് ലേഔട്ടും എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇൻ സ്റ്റാറ്റിക് വെബ് പേജസ് ദി കണ്ടന്റ്സ് ആൻഡ് ലേഔട്ട്സ് ആർ ഫിക്സ്ഡ്, വേറാസ് ഇൻ ഡൈനാമിക് വെബ് പേജസ് ദി കണ്ടന്റ് ആൻഡ് ലേഔട്ട് ആർ ചേഞ്ചിങ്. രണ്ടാമത്തെ ഡിഫറൻസ് ആണ് സ്റ്റാറ്റിക് വെബ് പേജുകൾ ഡേറ്റാബേസിനെ യൂസ് ചെയ്യുന്നില്ല. ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ഡേറ്റാബേസ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം നമുക്ക് ഉണ്ടാകും. 8ാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്ക് ഡേറ്റാബേസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഡേറ്റാബേസുകളൊന്നും തന്നെ സ്റ്റാറ്റിക് പേജുകൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഡൈനാമിക് പേജുകൾ ഡേറ്റാബേസിനെ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിക് പേജസ് ഡു നോട്ട് യൂസ് ഡേറ്റാബേസ്, വേറാസ് ഡൈനാമിക് പേജസ് യൂസ് ഡേറ്റാബേസ്. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് പേജുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് ബ്രൗസറിൽ തന്നെ ആയിരിക്കും. നമ്മുടെ വെബ് ബ്രൗസറിൽ തന്നെയാണ് സ്റ്റാറ്റിക് പേജുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഡൈനാമിക് പേജുകളാണെങ്കിൽ അത് സെർവറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സെർവറിൽ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് മാത്രമേ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. സ്റ്റാറ്റിക് പേജസ് എക്സിക്യൂട്ട്സ് ഡയറക്ട്ലി ഓൺ ദി ബ്രൗസർ, whereas dynamic pages executes on server and display the results on the browser. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് പേജസ് ആർ ഈസി ടു ഡെവലപ്പ്. സ്റ്റാറ്റിക് പേജസ് നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഡൈനാമിക് പേജസ് ആണെങ്കിൽ അത് ഡിസൈൻ ചെയ്യുന്നതിന് പ്രോഗ്രാമിംഗ് സ്കിൽസിൻ്റെ ആവശ്യമുണ്ട്. ടു ഡിസൈൻ ഡൈനാമിക് വെബ് പേജസ് വി നീഡ് പ്രോഗ്രാമിംഗ് സ്കിൽസ്. അപ്പോൾ ഇത്രയുമാണ് സ്റ്റാറ്റിക് പേജസും ഡൈനാമിക് പേജസും തമ്മിലുള്ള കമ്പാരിസൺ. വെബ് പേജസ് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന
ഒരു ലാംഗ്വേജ് ആണ് HTML. HTMLന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ഒരിക്കലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. അങ്ങനെ പറയാൻ കാര്യം, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ അതിന് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചപ്പോഴത്തേക്ക് പഠിച്ചപ്പോഴത്തേക്ക് കണ്ടിട്ടുണ്ടാകും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ചില പ്രത്യേകതകൾ. ലൂപ്പ്, ഡിസിഷൻ മേക്കിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ട്. ഇപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യിക്കാൻ സാധിക്കും. നമ്മൾ ഒരു 2 നമ്പേഴ്സ് കൊടുത്തിട്ട് അതിനോട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് ആഡ് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഡേറ്റയെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. പക്ഷേ HTML ഒരിക്കലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, അതൊരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. മാർക്കപ്പ് ലാംഗ്വേജ് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഡിസൈനിങ്ങിന് വേണ്ടി മാത്രമാണ്. ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതിനപ്പുറം മറ്റു കാര്യങ്ങൾക്കൊന്നുമുള്ള കേപ്പബിലിറ്റി മാർക്കപ്പ് ലാംഗ്വേജുകൾക്കുണ്ടാകില്ല. അതായത് നമ്മൾ 2 നമ്പേഴ്സ് കൊടുത്തിട്ട് അതിനോട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള കേപ്പബിലിറ്റി ഒന്നും HTML ഇല്ല. പകരം ആ 2 നമ്പേഴ്സും നമ്മൾ പറയുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമേ HTML സാധിക്കത്തുള്ളൂ. സോ അത് ഒരിക്കലും മറന്നു പോകരുത്. HTML ഒരിക്കലും എന്തല്ല, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, അത് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അത് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഡിസൈനിങ് പർപ്പസിന് മാത്രമാണ്. HTMLന് ഡേറ്റ പ്രോസസ്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. നമ്മുടെ +1ന്റെ റിസൾട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത ഒരു ആക്ടിവിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും, keralaresults.nic.in. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ DHSCയുടെ +1 റിസൾട്ട് എന്നുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു പേജ് ലോഡ് ചെയ്യുന്നുണ്ട്. ആ പേജിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തതിന് ശേഷം ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത് എന്ത് ടൈപ്പ് പേജ് ആണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. സ്റ്റാറ്റിക് ആണോ ഡൈനാമിക് ആണോ? ഉറപ്പായിട്ടും അതൊരു ഡൈനാമിക് വെബ് പേജസ് ആണ്. കാരണം നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ റിസൾട്ട് കാണിക്കുന്നത്. സെയിം ടൈം നിങ്ങൾ ഇത് മാറിയതിന് ശേഷം മറ്റൊരാളുടെ രജിസ്റ്റർ നമ്പറും മറ്റൊരാളുടെ ഡേറ്റ് ഓഫ് ബർത്തുമാണ് കൊടുക്കുന്നതെങ്കിൽ അയാളുടെ റിസൾട്ട് ആയിരിക്കും ആ പേജിനകത്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് അതിൻ്റെ കണ്ടന്റ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് പറയാം അതൊരു ഡൈനാമിക് വെബ് പേജസ് ആണെന്ന് പറയാം. മാത്രമല്ല, നിങ്ങളുടെ റിസൾട്ട് ഒരു ഡേറ്റാബേസിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഡേറ്റാബേസിൽ നിന്നാണ് റിസൾട്ടിനെ റിട്രീവ് ചെയ്തെടുക്കുന്നത്. സ്റ്റാറ്റിക് പേജസ് ഒരിക്കലും ഡേറ്റാബേസ് യൂസ് ചെയ്യാറില്ല, പക്ഷേ ഡൈനാമിക് പേജസ് ഉറപ്പായിട്ടും ഡേറ്റാബേസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ റിസൾട്ട് നോക്കാൻ വേണ്ടി ഉപയോഗിച്ച വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു ഡൈനാമിക് വെബ്സൈറ്റ് ആയിരിക്കും. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല, നിങ്ങളുടെ റോൾ നമ്പറും രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ഇതിലേതെങ്കിലും ഒരെണ്ണം തെറ്റായിട്ടാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അവിടെ ഒരു എറർ മെസ്സേജ് ആയിരിക്കും കാണിക്കുക. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു HTMLന് ഡേറ്റ പ്രോസസ്സിങ്ങിനുള്ള കഴിവ് ഇല്ല എന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ഒത്തുനോക്കി നിങ്ങളുടെ റിസൾട്ട് ലോഡ് ചെയ്യിക്കുന്നത് ഉറപ്പായിട്ടും ഒരു ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. ഈ പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് HTML ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ HTMLന് ഡേറ്റയെ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അക്സെപ്റ്റ് ചെയ്ത് ഇത് തമ്മിൽ മാച്ച് ചെയ്ത് നോക്കി കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്നതും ഇനി അഥവാ തെറ്റാണെങ്കിൽ ഒരു എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതും? ഇത് ആക്ച്വലി ഒരു പ്രോഗ്രാമിംഗ് പ്രോസസ്സാണ്, ഒരു പ്രോഗ്രാമിംഗ് ആക്ടിവിറ്റിയാണ്. പക്ഷേ HTMLന് പ്രോഗ്രാമിംഗ് കേപ്പബിലിറ്റി ഇല്ലേ? പിന്നെ എങ്ങനെയാണ് ഇത് പോസിബിൾ ആക്കുന്നത്? HTMLന് പ്രോഗ്രാമിംഗ് കേപ്പബിലിറ്റി ഇല്ല എന്നുള്ളത് 100% സത്യമാണ്. പക്ഷേ നമുക്ക് HTMLനെ പ്രോഗ്രാമിംഗ് കേപ്പബിൾ ആക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് എന്നുള്ള ഒരു സങ്കേതം അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ HTMLനെ പ്രോഗ്രാമിംഗ് കേപ്പബിലിറ്റി കൊടുക്കുന്നത്. അപ്പോൾ HTMLനെ എങ്ങനെ നമുക്ക് പ്രോഗ്രാമബിൾ ആക്കി മാറ്റാം? യൂസിങ് സ്ക്രിപ്റ്റ്. ഇനി എന്താണ് സ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചാൽ ചെറിയ പ്രോഗ്രാമിംഗ് കോഡുകളാണ് സ്ക്രിപ്റ്റ്. ഈ പ്രോഗ്രാമിംഗ് കോഡുകൾ നമ്മൾ HTMLലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പോൾ സ്മോൾ പ്രോഗ്രാം കോഡ്സ് ഇൻസേർട്ടഡ് അല്ലെങ്കിൽ എംബഡഡ് ഇൻ HTML ഈസ് കോൾഡ് സ്ക്രിപ്റ്റ്. സ്മോൾ പ്രോഗ്രാം കോഡ്സ് റിട്ടൺ ഇൻസൈഡ് ദി HTML ഈസ് കോൾഡ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ് പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്. അതിനു മുമ്പായിട്ട് ഒരിക്കൽ കൂടെ പറയുകയാണ്, സ്ക്രിപ്റ്റ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ടു മേക്ക് HTML പ്രോഗ്രാമബിൾ.
HTML പ്രോഗ്രാമബിൾ ആക്കുന്നത് സ്ക്രിപ്റ്റാണ്. അതുപോലെ തന്നെ ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും സ്ക്രിപ്റ്റിന് വലിയ റോളുണ്ട്. ഒരു പേജിൻ്റെ കണ്ടന്റും മറ്റു കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുന്നതിന് ഡേറ്റാബേസിനോടൊപ്പം തന്നെ സ്ക്രിപ്റ്റിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് എന്തിനു വേണ്ടിയിട്ടൊക്കെ യൂസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, സ്ക്രിപ്റ്റ് മേക്സ് HTML പ്രോഗ്രാമബിൾ ആൻഡ് സ്ക്രിപ്റ്റ് ഹെൽപ്സ് us ടു ക്രിയേറ്റ് ഡൈനാമിക് വെബ് പേജസ്. ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും സ്ക്രിപ്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി സ്ക്രിപ്റ്റ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് സ്ക്രിപ്റ്റുകളുണ്ട്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. ക്ലയൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മുടെ ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റുകളാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട്സ് ഓൺ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ. നമ്മുടെ ബ്രൗസർ, ഒരു വെബ് ബ്രൗസറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്ലയൻറ്റ് സ്ക്രിപ്റ്റ് ആയിരിക്കും, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ആയിരിക്കും. എന്നാൽ ഒരു സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആയിരിക്കും. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം വന്നാൽ അത് ഡേറ്റ വാലിഡേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഡേറ്റ വാലിഡേഷൻ. ഡേറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പാസ്വേഡ് എൻ്റർ ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ പാസ്വേഡിന് ചിലപ്പോൾ ചില കണ്ടീഷൻസ് ഉണ്ടായിരിക്കാം. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന പാസ്വേഡിൽ മസ്റ്റായിട്ട് അപ്പർ കേസ് ലെറ്റർ ഉണ്ടായിരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണമെന്നോ ഉള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇൻപുട്ട് ചെയ്യുന്ന പാസ്വേഡിൽ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. അതല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡ്, ഈ ടെക്സ്റ്റ് ഫീൽഡ് മൊബൈൽ ഫോൺ നമ്പർ സാധാരണയായിട്ട് 10 ഡിജിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന മൊബൈൽ നമ്പർ 10 ഡിജിറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഡിജിറ്റിന് പകരം നമ്മൾ അവിടെ എന്തെങ്കിലും ലെറ്റേഴ്സോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ വാലിഡേഷൻ പെർഫോം ചെയ്യുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ആണ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിൻ്റെ ജോബ് എന്ന് പറയുന്നത് ഡേറ്റ പ്രോസസ്സിംഗ് ആണ്. അതായത് നമ്മൾ ഡേറ്റ വാലിഡേഷനൊക്കെ കഴിഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ ആണെങ്കിൽ ആ ഡേറ്റയെ സെർവറിലോട്ട് സെൻഡ് ചെയ്യും. സെർവർ ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യും. സെർവർ ഡേറ്റയെ പ്രോസസ്സ് ചെയ്യുന്നത് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഡേറ്റ വാലിഡേഷൻ ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഡേറ്റ പ്രോസസ്സിംഗ്. ഇത് മറന്നു പോകരുത്, തിരിഞ്ഞു പോകരുത്. ക്ലയൻറ്റ് സൈഡ് എപ്പോഴും ഡേറ്റ വാലിഡേഷനും സെർവർ സൈഡ് എപ്പോഴും ഡേറ്റ പ്രോസസ്സിങ്ങും ആയിരിക്കും ചെയ്യുക. അടുത്തത് നമുക്ക് നോക്കാനായിട്ടുള്ളത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും സെർവർ സൈഡ് സ്ക്രിപ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഡൈനാമിക് വെബ് പേജസും സ്റ്റാറ്റിക് വെബ് പേജസും തമ്മിലുള്ള കമ്പാരിസൺ പോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും സെർവർ സൈഡ് സ്ക്രിപ്റ്റും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രത്യേകത, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ കോപ്പീഡ് ഇൻ ടു വെബ് ബ്രൗസർ. ഈ സ്ക്രിപ്റ്റ് വെബ് ബ്രൗസറിൽ കോപ്പി ചെയ്യും, വെബ് ബ്രൗസറിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ റിമൈൻസ് ഇൻ ദി സെർവർ. സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് എപ്പോഴും സെർവറിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുക. അതാണ് ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നത് ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലായിരിക്കും അല്ലെങ്കിൽ വെബ് ബ്രൗസറിലായിരിക്കും. എന്നാൽ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വെബ് സെർവറിലായിരിക്കും. Client side scripts are executed on a web browser, whereas a server side script is executed on web server. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഡേറ്റ വാലിഡേഷൻ, വേറാസ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ യൂസ്ഡ് ഫോർ ഡേറ്റ പ്രോസസ്സിംഗ്. നാലാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു യൂസറിന് വേണമെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കമ്പ്യൂട്ടറിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒരു യൂസറിന് സാധിക്കില്ല. അപ്പോൾ ഈ യൂസർ ക്യാൻ ബ്ലോക്ക് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്, ബട്ട് എ യൂസർ കനോട്ട് ബ്ലോക്ക് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്. ലാസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ വെബ് ബ്രൗസർ. ഒരു വെബ് ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. അതായത് നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റ് എല്ലാ ബ്രൗസറുകളിലും എക്സിക്യൂട്ട് ചെയ്യണമെന്നില്ല. അത് ബ്രൗസറിൻ്റെ കോമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ ബ്രൗസറിനെ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ഒരിക്കലും ബ്രൗസറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പകരം അത് സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബ്രൗസർ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അത് നോക്കാറില്ല. അടുത്തതായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ക്രിപ്റ്റ് എന്താണെന്ന് പറഞ്ഞായിരുന്നു. സ്ക്രിപ്റ്റ്സ് ആർ സ്മോൾ പ്രോഗ്രാം കോഡ്സ് ഇൻസേർട്ടഡ് ഇൻ HTML. HTML-ലൂടെ ഇൻസേർട്ട് ചെയ്യുന്ന ചെറിയ പ്രോഗ്രാം കോഡുകളാണ് സ്ക്രിപ്റ്റ്. സ്ക്രിപ്റ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു രണ്ട് ടൈപ്പ് സ്ക്രിപ്റ്റുകളുണ്ട്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റ്.
Client-side scripts executes on client computer, whereas server-side scripts execute on server computer. തമ്മിലുള്ള കമ്പാരിസൺ നമ്മൾ കണ്ടായിരുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ ആണ്. ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ബ്രണ്ടൻ എക്ക്. ബ്രണ്ടൻ എക്ക് എന്നുള്ള ഒരു പ്രോഗ്രാമറാണ് ജാവാസ്ക്രിപ്റ്റ് നെറ്റ്സ്കേപ്പ് എന്നുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തത്. ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .js ആയിരിക്കും. രണ്ടാമത്തെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് VB സ്ക്രിപ്റ്റ്, വിഷ്വൽ ബേസിക്. VB സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷനാണ്. VB സ്ക്രിപ്റ്റും ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ രണ്ട് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് നമ്മൾ കണ്ടു, ജാവാസ്ക്രിപ്റ്റ് ആൻഡ് VB സ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റും VB സ്ക്രിപ്റ്റും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ ആണ്. അതിൽ ഒന്നാമത്തേതാണ് PHP. PHP എന്ന് പറയുന്നത് ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരിക്കലും പിയിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പാൻഷൻ കുറച്ച് ട്രിക്കിയാണ്. ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ എന്നതാണ് PHPയുടെ എക്സ്പാൻഷൻ. അപ്പോൾ PHP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ. മാത്രമല്ല അത് ഓപ്പൺ സോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഫ്രീ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും കൂടിയാണ്. അടുത്തൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ASP. ASP സ്റ്റാൻഡ്സ് ഫോർ ആക്റ്റീവ് സെർവർ പേജസ്. ASP ഒരു മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്റ്റ് ആണ്. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ASP. ഒരു ASP സ്ക്രിപ്റ്റിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .ASP ആയിരിക്കും. അടുത്ത സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾ ആണ് ജാവ സെർവർ പേജസ് അഥവാ JSP. ജാവ സ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. പക്ഷേ ജാവ സെർവർ പേജസ് അഥവാ JSP ഒരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. JSP ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് സൺ മൈക്രോ സിസ്റ്റംസ് ആണ്. അപ്പോൾ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ PHP, ASP, JSP. PHP സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസ്സർ, JSP സ്റ്റാൻഡ്സ് ഫോർ ജാവ സെർവർ പേജസ് ആൻഡ് ASP സ്റ്റാൻഡ്സ് ഫോർ ആക്റ്റീവ് സെർവർ പേജസ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ ആണ് ജാവാസ്ക്രിപ്റ്റ് ആൻഡ് VB സ്ക്രിപ്റ്റ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ്.